എന്റെ ലോങ് വീഡിയോ ഒക്കെ കാണുന്നവർ ചോദിക്കാറുണ്ട്, ആ പുറകിലെ ഷെൽഫില് ഇങ്ങനെ ഒരു ഗണപതിയുടെ ചെറു രൂപം കാണുന്നുണ്ടല്ലോ, ഇതെന്താണ്? നമുക്ക് കയ്യിലൊരു പുസ്തകമൊക്കെ പിടിച്ചിട്ടുള്ള ഒരു രൂപമാണ് ഈ ഗണപതിക്ക്, അല്ലെ? ഒരു ചാരുകസേരയിൽ ഇരിക്കുന്ന രൂപം. ഇതാണ് പുസ്തക ഗണപതി എന്ന് പറയുന്ന ഭാവം. ഗണപതിയുടെ ജ്ഞാന, ബുദ്ധി, സിദ്ധി, വൈഭവങ്ങളെല്ലാം കുടികൊള്ളുന്ന ഒരു രൂപമാണ് ഈ പുസ്തക ഗണപതി എന്ന് പറയുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഒരു രൂപമാണ് ഈ പുസ്തക ഗണപതി എന്ന് പറയുന്നത്. ഈ പുസ്തക ഗണപതി രൂപം നമ്മൾ പൂജാമുറിയിൽ വെച്ച് നമുക്ക് കുട്ടികളെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പഠിക്കുന്ന ടേബിളിൽ നമ്മൾ കിഴക്കോട്ട് ഇരുന്നിട്ട് നമ്മുടെ പുസ്തക ഗണപതിയെ നമ്മുടെ നേർക്കിങ്ങനെ വെക്കണം. അതായത് പുസ്തക ഗണപതി കിഴക്കുന്ന് പടിഞ്ഞാറ്റേക്ക് വെക്കണം. എന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ഗുണപ്രദമായിട്ടാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ പുസ്തക ഗണപതിയുടെ ഇവിടെ കൈകളിൽ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പുറത്ത് നമുക്ക് പേനയോ പെൻസിലോ ഒക്കെ വെച്ച് നമ്മളൊന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ പുസ്തക ഗണപതി എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം ഉണ്ടാവുക. അത് ഗുണപ്രദമായിട്ട് നിർമ്മിക്കുന്നത്, അതായത് ഒന്നില് അത് ചന്ദനം കൊണ്ട് നിർമ്മിച്ചതാവണം, ഇല്ലെങ്കിൽ അയൺ, അതായത് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം. ഇത് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ഗണപതിയാണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് പെയിന്റ് ചെയ്തേക്കുന്നേ ഉള്ളൂ. അതായത് പഠനത്തിൽ നല്ല താല്പര്യമുണ്ട്, പക്ഷെ അവർക്ക് കുറച്ച് മറവിയുണ്ട്, അല്ലെങ്കിൽ വിദ്യാ ഗുണം കിട്ടുന്നില്ല എന്ന് സങ്കടമാണ്. അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾക്കൊക്കെ ഈ പുസ്തക ഗണപതി വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ അവരുടെ ജാതകം എപ്പോഴും ചെക്ക് ചെയ്യണം. എല്ലാ കുട്ടികളും പഠിച്ച അക്കാദമിക് ലെവലിൽ ഉയരുന്നവരല്ല. ഈ പ്രകൃതിയിൽ പലതരത്തില് മനുഷ്യന്റെ സേവനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. നമ്മൾ പക്ഷെ ഇന്ന് എല്ലാവരും അക്കാദമിക് ലെവലിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഠന നിലവാരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ പഠനത്തിൽ നിന്ന് കീഴ്പോട്ടൊക്കെ വന്നു തുടങ്ങുന്നു. അവരുടെ പഠന ടേബിളിൽ ഗണേശ രൂപം ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയേണ്ടതുണ്ട്. സാധാരണ ഈ ഒരു രൂപം ആയിട്ടല്ല നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. ഇത് പൂജിച്ചെടുക്കണം. ബുദ്ധി ഗണപതി ഹോമം എന്ന് പറയുന്ന ഹോമമുണ്ട്. ആ ബുദ്ധി ഗണപതി ഹോമം കൊണ്ട് ഇതിനെ മുന്നിൽ വെച്ച് ഹോമിക്കണം. ജ്ഞാന ഗണപതി മന്ത്രം കൊണ്ട് നെയ്യും ഹോമിക്കണം. എന്നിട്ട് നെയ്യ് സംവാദം തൊട്ട് ഇത് തയ്യാർ ചെയ്യണമെന്നാണ് വിധി പറയുന്നത്. പിന്നെ വിദ്യാ ഗണപതി മന്ത്രം കൊണ്ട് ഇളനീര് അഭിഷേകം ചെയ്യണം. പിന്നെ ഇതിന് ഭാഗ്യസൂക്തം കൊണ്ട് അർച്ചന കഴിപ്പിക്കണം. തുടർച്ചയായിട്ട് 14 ദിവസമെങ്കിലും ഇപ്രകാരം ചെയ്ത് സിദ്ധി വരുത്തിയിട്ടാണ് ഈ പുസ്തക ഗണപതിയെ നമ്മൾ ഒരു പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടേബിളിലോ ഒക്കെ വെക്കാൻ ഉള്ളത്. അല്ലാതെ നമ്മൾ ഈ രൂപം മാത്രം മേടിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഈ പുസ്തക ഗണപതിയെ നമ്മുടെ ടേബിളിലൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണം ചെയ്യുന്നതാണ്. അതായത് പഠനത്തിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് ഗുണം ചെയ്യും. അലസനായിട്ട് പഠിക്കാനൊന്നും ഒരു താല്പര്യമില്ലാത്ത കുട്ടികളെല്ലാം ഇത് വെച്ചോണ്ടേ പഠനത്തിൽ മികവുള്ളവരാവണമെന്നും ഞാൻ പറയില്ല. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. ഈ രീതിയിലാണ് ഇത് തയ്യാറാക്കി. ഇതിന്റെ പൂജാവിധികൾ ഓരോ ദിവസമായിട്ട് കൊടുക്കുന്ന ഓരോ ക്രമമാണ്. അതിന്റെ ഒരു ഏകദേശ രൂപമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ പുസ്തക ഗണപതി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി സമ്മാനിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പുസ്തക ഗണപതി എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.